യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞായറാഴ്ച 2026 മെയ് 10 ഇന്ന് ഈ പ്രഭാതത്തിൽ ലോകം അമ്മമാരെ ഓർക്കുന്ന ഒരു സ്നേഹദിനം കൂടിയാണ്. പക്ഷേ ചില വീടുകളിൽ ഈ ദിവസം മധുരം മാത്രമല്ല, ഒരു മേശപ്പുറത്ത് ചെറിയൊരു പൂവുണ്ടായിരിക്കാം, വാട്സാപ്പിൽ ഒരു ആശംസ വന്നിരിക്കാം. പക്ഷെ അടുക്കളയുടെ കോണിൽ നിന്നു നിശബ്ദമായി കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു അമ്മയുണ്ട്. എല്ലാവർക്കും ഞാൻ വേണം, പക്ഷേ എൻ്റെ ഹൃദയം ആരാണ് കേൾക്കുന്നത് എന്ന് ഉള്ളിൽ ചോദിക്കുന്ന ഒരു അമ്മ. ചില മക്കൾ ദൂരെയാണ്, ചില മക്കൾ അടുത്തുണ്ടെങ്കിലും മനസ്സിൽ ദൂരെയാണ്. ചില അമ്മമാർക്ക് ഇന്ന് ഫോൺ വരുമോ എന്ന് കാത്തിരിപ്പുണ്ട്. ചിലർക്ക് മകൻ വിളിക്കാതെ പോകുമോ എന്ന വേദനയുണ്ട്. ചില വീടുകളിൽ അമ്മയും മകനും സംസാരിച്ചിട്ട് മാസങ്ങളായി. ചില വീടുകളിൽ അമ്മയും മകളും ചെറിയ വാക്കുകളിൽ പൊട്ടിപ്പോയ ബന്ധം വീണ്ടും പിടിച്ചു കൂട്ടാൻ കഴിയാതെ നിൽക്കുന്നു. ചിലർക്ക് അമ്മ സ്വർഗത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഇന്ന് അവളുടെ ശബ്ദം കേൾക്കാൻ കഴിയാത്തതിൻ്റെ ഒരു ശൂന്യത നെഞ്ചിൽ നിറയുന്നു. പ്രിയപ്പെട്ടവരെ, മെയ് മാസം മാതാവിൻ്റെ സ്നേഹത്തിലൂടെ നമ്മുടെ കുടുംബങ്ങളെ യേശുവിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്ന പരിശുദ്ധ മാസമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാന പ്രാർത്ഥനാ യാത്രയിൽ ഇന്ന് വളരെ മൃദുവായ, വളരെ ആഴമുള്ള ഒരു ദിനമാണ്. ഇന്ന് നാം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നത് അമ്മമാരും മക്കളും തമ്മിലുള്ള മുറിവുകൾ സൗഖ്യമാകാനും വീടുകളിലേക്ക് നന്ദിയും ക്ഷമയും വീണ്ടും മടങ്ങിവരാനും വേണ്ടിയാണ്. അമ്മയെ സ്നേഹിക്കാത്ത മക്കൾ ഉണ്ടാകണമെന്നില്ല. പക്ഷേ ചിലപ്പോൾ ജീവിതത്തിൻ്റെ തിരക്ക്, വേദന, അഭിമാനം, പഴയ മുറിവുകൾ, പറഞ്ഞുപോയ കഠിനവാക്കുകൾ, പറയാതെ വെച്ച വിഷമങ്ങൾ, ഇവയൊക്കെ സ്നേഹത്തിൻ്റെ മുകളിൽ പൊടി പോലെ അടിഞ്ഞുകിടക്കും. സ്നേഹമുള്ളിലുണ്ടെങ്കിലും പുറത്തേക്ക് വരില്ല. ഒരു ഫോൺ വിളിക്കാൻ കൈപോകും, പിന്നെ നിൽക്കും. ഇനി എന്തു പറയണമെന്നൊരു മടിപ്പ്. അമ്മ എന്നെ മനസ്സിലാക്കില്ല എന്നൊരു വേദന. എൻ്റെ മകൻ എന്നെ മറന്നു എന്നൊരു അമ്മയുടെ കരച്ചിൽ. ഇന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈ മുറിവേറ്റ ബന്ധങ്ങളുടെ നടുവിൽ വരുന്നു. ഈ ഈസ്റ്റർ കാലത്തിൻ്റെ ഞായറാഴ്ചയിൽ യേശു നമ്മോട് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 18 വാക്യത്തിലൂടെയാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഇന്ന് അമ്മയെ നഷ്ടപ്പെട്ട മക്കൾക്കും മക്കളാൽ മറക്കപ്പെട്ടതായി തോന്നുന്ന അമ്മമാർക്കും കുടുംബത്തിനുള്ളിൽ ഒറ്റപ്പെട്ടുപോയ ഹൃദയങ്ങൾക്കും ദൈവത്തിൻ്റെ കൈത്താങ്ങാണ്. യേശു പറയുന്നത് ഇതാണ്: നീ ഒറ്റയല്ല. നിന്റെ ശൂന്യതയിൽ ഞാൻ വരും. നിന്റെ അടഞ്ഞ വാതിലിലേക്ക് ഞാൻ വരും. നിന്റെ കാത്തിരിപ്പിൻ്റെ കസേരക്കരികിൽ ഞാൻ ഇരിക്കും. അമ്മയുടെ സ്നേഹം ദൈവസ്നേഹത്തിൻ്റെ ഒരു മൃദുവായ അടയാളമാണ്. പക്ഷേ എല്ലാ അമ്മമാരും പൂർണ്ണരല്ല, എല്ലാ മക്കളും പൂർണ്ണരല്ല. ചില അമ്മമാർ ഭയത്തിൽ നിന്ന് കടുപ്പമായി സംസാരിച്ചിട്ടുണ്ടാകും. ചില മക്കൾ അജ്ഞതയിൽ നിന്നു അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. ചില കുടുംബങ്ങളിൽ സ്നേഹമുണ്ടായിരുന്നു, പക്ഷേ അത് പറയാൻ ഭാഷയില്ലായിരുന്നു. ഇന്ന് യേശു ആ ഭാഷ തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. ക്ഷമ ചോദിക്കാൻ ധൈര്യം, നന്ദി പറയാൻ വിനയം, വീണ്ടും സംസാരിക്കാൻ കൃപ. പരിശുദ്ധ അമ്മ മറിയം ഈ മുറിവുകൾ വളരെ ആഴത്തിൽ അറിയുന്ന അമ്മയാണ്. അവൾ യേശുവിനെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വളർത്തി. ഒരിക്കൽ ദേവാലയത്തിൽ ബാലനായ യേശുവിനെ അന്വേഷിച്ച് അവൾ വേദനയോടെ നടന്നു. പിന്നെ കാൽവരിയിൽ മകൻ്റെ കുരിശിനരികിൽ നിന്നു. മറിയത്തിൻ്റെ മാതൃത്വം സന്തോഷത്തിൻ്റെ പുഞ്ചിരി മാത്രമല്ല, അത് അന്വേഷിച്ച കണ്ണുകളുടെ വേദനയും കാത്തിരുന്ന ഹൃദയത്തിൻ്റെ നിശബ്ദതയും കുരിശിനരികിൽ തളരാതെ നിന്ന വിശ്വാസവും കൂടിയാണ്. അതിനാൽ ഇന്ന് നിന്റെ അമ്മയുമായി ബന്ധത്തിൽ മുറിവുണ്ടെങ്കിൽ മാതാവ് നിന്നെ കുറ്റപ്പെടുത്താൻ വരില്ല. അവൾ നിന്റെ കൈപിടിച്ച് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോകും. ഇന്ന് നീ അമ്മയായിട്ട് മക്കളെക്കുറിച്ച് വേദനിക്കുന്നുവെങ്കിൽ മാതാവ് നിന്റെ കണ്ണുനീർ മറക്കില്ല. അവൾ പറയും: നിന്റെ കുഞ്ഞിനെ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കൂ. നിന്റെ വാക്കുകൾ മതി വരാത്തിടത്ത് എൻ്റെ പ്രാർത്ഥന പോകട്ടെ. ഒരു അമ്മയുടെ കാത്തിരിപ്പ് ചിലപ്പോൾ വീടിൻ്റെ വാതിൽക്കൽ കത്തുന്ന ചെറിയ വിളക്കുപോലെയാണ്. രാത്രി വൈകിയാലും അത് അണയില്ല.
എല്ലാവരും വരും എന്ന് ഉറപ്പില്ലെങ്കിലും അത് കാത്തിരിക്കും. കാറ്റടിച്ചാലും തിരി മങ്ങിയാലും ആ ചെറിയ വെളിച്ചം പറയുന്നു, ഇവിടെ ആരോ നിന്നെ കാത്തിരിക്കുന്നു. അമ്മയുടെ പ്രാർത്ഥനയും അങ്ങനെയാണ്. മകൻ മാറിയില്ലെങ്കിലും മകൾ വിളിച്ചില്ലെങ്കിലും വർഷങ്ങൾ കടന്നുപോയാലും ഒരു ചെറിയ വെളിച്ചം അവൾ അണയാതെ കാത്തു സൂക്ഷിക്കും. ഞാൻ ഓർക്കുന്ന ഒരു മകൻ്റെയും അമ്മയുടെയും ചെറിയ സാക്ഷ്യമുണ്ട്. ആ മകൻ ജോലിക്കായി മറ്റൊരു നഗരത്തിൽ പോയി. ആദ്യം ദിവസവും അമ്മയെ വിളിച്ചു. പിന്നെ തിരക്ക് കൂടി, വിളികൾ കുറച്ചു. പിന്നെ ചില കുടുംബ പ്രശ്നങ്ങൾ, പണത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ. ഒരു ദിവസം ഫോൺ വിളിയിൽ കടുത്ത വാക്കുകൾ പറഞ്ഞു. അമ്മ കരഞ്ഞു. മകൻ ഫോൺ വച്ചു. പിന്നെ നിശബ്ദം. മാസങ്ങളോളം ശരിയായി സംസാരിച്ചില്ല. ആ അമ്മ ഓരോ ഞായറാഴ്ചയും പള്ളിയിൽ പോയി മകൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പഴയ ഒരു നീല ഫയലിൽ അവൻ്റെ സർട്ടിഫിക്കറ്റുകളും സ്കൂൾ കാലത്തെ ഒരു ചെറിയ ഫോട്ടോയും സൂക്ഷിച്ചിരുന്നു. ചിലപ്പോൾ അത് തുറന്നു നോക്കും. കണ്ണടയുടെ ഗ്ലാസിൽ മങ്ങൽ പിടിക്കും. അടുക്കളയിൽ കഞ്ഞി തിളക്കുമ്പോൾ ഫോൺ സ്ക്രീനിൽ അവൻ്റെ പേര് വരുമോ എന്ന് നോക്കും. വരില്ല. അപ്പോൾ അവൾ ജപമാലയുടെ ഒരു മണി പിടിച്ച് പറയും, ഈശോയെ, എൻ്റെ മകനെ നീ അനാഥനായി വിടരുതേ, എന്നെയും ഒറ്റയ്ക്ക് വിടരുതേ. ഒരു അമ്മമാരുടെ ദിനത്തിൽ ആ മകൻ വലിയ സമ്മാനം അയച്ചില്ല, വലിയ സന്ദേശം എഴുതിയില്ല. പക്ഷേ രാവിലെ കുർബാന കഴിഞ്ഞ് അമ്മ വീട്ടിലെത്തിയപ്പോൾ ഫോൺ മുഴങ്ങി. സ്ക്രീനിൽ മകൻ്റെ പേര്. അമ്മയ്ക്ക് ആദ്യം കൈ വിറച്ചു. വിളിയെടുത്തപ്പോൾ അവൻ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു, അമ്മേ, ഞാൻ പറഞ്ഞ വാക്കിന് ക്ഷമിക്കണം. അമ്മ ഉടനെ ഒന്നും പറഞ്ഞില്ല. അടുക്കളയിൽ കപ്പ് താഴെ വെച്ച ചെറിയ ശബ്ദം മാത്രം. പിന്നെ അവൾ പറഞ്ഞു, നീ വിളിച്ചതാണ് എനിക്ക് സമ്മാനം. പ്രിയപ്പെട്ടവരെ, ഇതാണ് കൃപ. ചിലപ്പോൾ ദൈവം കുടുംബത്തെ സൗഖ്യമാക്കുന്നത് വലിയ അത്ഭുതങ്ങൾ കൊണ്ട് അല്ല, ഒരു ഫോൺ വിളിയിലൂടെ, ഒരു ക്ഷമിക്കണം എന്ന വാക്കിലൂടെ, ഒരു അമ്മേ ഭക്ഷണം കഴിച്ചോ എന്ന ചെറിയ ചോദ്യത്തിലൂടെ, ഒരു കൈയിലെ സ്പർശത്തിലൂടെ, ഒരു പഴയ മുറിവിനെ വീണ്ടും തുറക്കാതെ മൃദുവായി അടയ്ക്കുന്ന കരുണയിലൂടെ. ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന മകനെ, മകളെ, നിന്റെ അമ്മയെ ഓർക്കൂ. അവൾക്ക് എല്ലായ്പ്പോഴും ശരിയായ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. അവൾ നിന്നെ ഭയപ്പെടുത്തി ശാസിച്ചിട്ടുണ്ടാകും, നിന്നെ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടാകും. പക്ഷേ അവളുടെ ഉള്ളിൽ നിനക്കായി കത്തിയ ഒരു പ്രാർത്ഥന ഉണ്ടാകാം. അവളുടെ സ്നേഹം പലപ്പോഴും കടുപ്പത്തിൻ്റെ വസ്ത്രം ധരിച്ചെത്തിയതായിരിക്കാം. യേശുവിനോട് ചോദിക്കൂ, കർത്താവേ, എൻ്റെ അമ്മയെ പുതിയ കണ്ണുകളോടെ കാണാൻ എന്നെ പഠിപ്പിക്കണമേ. ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന അമ്മേ, നിന്റെ മക്കൾ നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും നീ ദൈവത്തിൻ്റെ കണ്ണിൽ വിലയുള്ളവളാണ്. നിന്റെ സേവനം മറഞ്ഞുപോയിട്ടില്ല. നീ പാകം ചെയ്ത ഭക്ഷണവും നീ കഴുകിയ വസ്ത്രവും നീ അടച്ച ഫീസും നീ വാങ്ങിക്കൊടുത്ത മരുന്നും നീ രാത്രി മുഴുവൻ കാത്തിരുന്ന നിമിഷങ്ങളും എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ സ്നേഹത്തിൻ്റെ വഴിപാടാണ്. നീ കുടുംബത്തിൻ്റെ അടുക്കളയിൽ മാത്രം നിൽക്കുന്നവളല്ല, നീ ദൈവസന്നിധിയിൽ നിന്റെ വീടിനു വേണ്ടി നിൽക്കുന്ന പ്രാർത്ഥനക്കാരിയാണ്. ഇപ്പോൾ ഒരു ചെറിയ വിശ്വാസകർമ്മം ചെയ്യാം. നിന്റെ അമ്മ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവളുടെ പേര് മനസ്സിൽ വിളിക്കൂ. അവർ അടുത്തുണ്ടെങ്കിൽ ഇന്ന് അവളുടെ കൈ ഒന്ന് പിടിക്കൂ. അമ്മ ദൂരെയാണെങ്കിൽ അവളുടെ മുഖം ഓർക്കൂ. അമ്മ സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവളെ ദൈവത്തിൻ്റെ കരുണയിൽ ഏൽപ്പിക്കൂ. അമ്മയായ നീ തന്നെയാണെങ്കിൽ നിന്റെ കൈ നെഞ്ചിൽ വെക്കൂ. നിന്റെ ക്ഷീണം, നിന്റെ കാത്തിരിപ്പ്, നിന്റെ മക്കളുടെ പേരുകൾ എല്ലാം യേശുവിൻ്റെ കൈകളിൽ വെക്കൂ. കർത്താവായ ഈശോയെ, ഈ ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ ഞങ്ങൾ നിന്റെ തിരുമുമ്പിൽ വരുന്നു. ഉയിർത്തെഴുന്നേറ്റ കർത്താവെ, ഞങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്തവനെ, ഇന്ന് ഞങ്ങളുടെ അമ്മമാരെയും മക്കളെയും കുടുംബന്ധങ്ങളെയും നിന്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഈശോയെ, അമ്മയും മകനും തമ്മിൽ പൊട്ടിപ്പോയ സംഭാഷണങ്ങളെ സൗഖ്യമാക്കണമേ. അമ്മയും മകളും തമ്മിൽ നീണ്ടുപോയ മൗനത്തെ മൃദുവാക്കണമേ. പഴയ വാക്കുകളുടെ മുറിവുകൾ ഇപ്പോഴും ഹൃദയത്തിൽ കത്തുന്ന വീടുകളിലേക്ക് നിന്റെ സമാധാനം കൊണ്ടുവരണമേ.
അഭിമാനം കൊണ്ട് വിളിക്കാതെ നിൽക്കുന്ന മക്കൾക്ക് വിനയം തരണമേ. വേദന കൊണ്ട് സംസാരിക്കാൻ ഭയക്കുന്ന അമ്മമാർക്ക് ധൈര്യം തരണമേ. കർത്താവേ, അമ്മയെ നഷ്ടപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ. ഇന്ന് മറ്റെല്ലാവരും അമ്മയെ വിളിക്കുമ്പോൾ സ്വന്തം അമ്മയുടെ ശബ്ദം ഇനി കേൾക്കാൻ കഴിയാത്തവരുടെ ഹൃദയം തൊടണമേ. അവരുടെ ഓർമ്മകൾ വേദനയായി മാത്രമല്ല, നന്ദിയായി മാറട്ടെ. അമ്മയുടെ പഴയ സാരി, പഴയ ജപമാല, പഴയ അടുക്കളക്കസേര, അവളുടെ കൈയെഴുത്തുള്ള ചെറിയ കടലാസ്, ഇവയെല്ലാം കണ്ണുനീരോടൊപ്പം അനുഗ്രഹത്തിൻ്റെ ഓർമ്മകളായി മാറട്ടെ. ഈശോയെ, മക്കൾ ദൂരെയായിരിക്കുന്ന അമ്മമാരെ ആശ്വസിപ്പിക്കണമേ. വിദേശത്തുള്ള മകൻ്റെ വിളിക്ക് കാത്തിരിക്കുന്ന അമ്മയെ അനുഗ്രഹിക്കണമേ. വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ കഴിയുന്ന മകളെ ഓർത്ത് മിണ്ടാതെ കരയുന്ന അമ്മയെ കാത്തുകൊള്ളണമേ. തെറ്റായ വഴികളിലേക്ക് പോകുന്ന മകനെക്കുറിച്ച് ഭയപ്പെടുന്ന അമ്മയുടെ കണ്ണുനീർ നീ സ്വീകരിക്കണമേ. പരീക്ഷയ്ക്കും ജോലിക്കും വിസയ്ക്കും വിവാഹത്തിനും സൗഖ്യത്തിനും വേണ്ടി മക്കളുടെ പേരുകൾ നിന്റെ മുമ്പിൽ വെക്കുന്ന അമ്മമാരുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ അമ്മേ, മറിയമേ, ഇന്ന് ഞങ്ങളുടെ വീടുകളിലേക്ക് വരണമേ. അമ്മമാരുടെ ക്ഷീണിച്ച കൈകളിൽ നിന്റെ മൃദുവായ കൈ വെക്കണമേ. മക്കളുടെ കഠിനമായ ഹൃദയങ്ങളിൽ നിന്റെ മാതൃസ്നേഹത്തിൻ്റെ ചൂട് എത്തിക്കണമേ. കാനായിലെ വീട്ടിലെ കുറവ് നീ യേശുവിനോട് പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീടുകളിലെ സ്നേഹക്കുറവും സമാധാനക്കുറവും നീ യേശുവിനോട് പറയണമേ. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ അമ്മേ, ഇന്ന് പറയണമേ, ഈ വീട്ടിൽ ക്ഷമ കുറവാണ്, ഈ വീട്ടിൽ നന്ദി കുറവാണ്, ഈ വീട്ടിൽ സംസാരിക്കാൻ കൃപ കുറവാണ്. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നന്ദി തിരിച്ചു വരട്ടെ. അമ്മയുടെ സേവനം സാധാരണ കാര്യമെന്ന് കാണുന്ന കണ്ണുകൾ തുറക്കണമേ. അമ്മയുടെ ശാസനയ്ക്കുള്ളിലെ ഭയം മനസ്സിലാക്കാൻ മക്കളെ പഠിപ്പിക്കണമേ. മക്കളുടെ മൗനത്തിനുള്ളിലെ വേദന മനസ്സിലാക്കാൻ അമ്മമാരെ പഠിപ്പിക്കണമേ. പരസ്പരം കേൾക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പഴയ കണക്കുകൾ തുറക്കാതെ പുതിയ കരുണയോടെ ആരംഭിക്കാൻ കൃപ തരണമേ. ഈശോയെ, ഇന്ന് ആരെങ്കിലും അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാനുള്ള ധൈര്യം തരണമേ. ആരെങ്കിലും മക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ പറയാനുള്ള വിനയം തരണമേ. ആരെങ്കിലും അമ്മയെ ക്ഷമിക്കാൻ കഴിയാതെ നിൽക്കുകയാണെങ്കിൽ ആ മുറിവിൽ നിന്റെ തിരുരക്തത്തിൻ്റെ സൗഖ്യം വരട്ടെ. ആരെങ്കിലും മകളെ ക്ഷമിക്കാൻ കഴിയാതെ വേദനിക്കുന്നുവെങ്കിൽ ആ അമ്മ ഹൃദയത്തിൽ നിന്റെ കരുണ നിറയട്ടെ. കർത്താവെ, ഞങ്ങൾ നിന്റെ വചനം ഏറ്റുപറയുന്നു. നീ ഞങ്ങളെ അനാഥരായി വിടുകയില്ല. അമ്മയില്ലാത്തവരെ നീ കൈപിടിക്കും. മക്കൾ ദൂരെയായ അമ്മമാരുടെ അടുത്തേക്ക് നീ വരും. ഒറ്റപ്പെട്ട വീടുകളിലേക്ക് നീ കടന്നുവരും. മൗനം നിറഞ്ഞ ഭക്ഷണമേശയിൽ നീ ഇരിക്കും. അടുക്കളയിൽ കണ്ണുനീർ തുടയ്ക്കുന്ന അമ്മയുടെ അരികിൽ നീ നിൽക്കും. ഫോൺ എടുക്കാൻ മടിക്കുന്ന മകൻ്റെ ഹൃദയത്തിൽ നീ മൃദുവായ ഒരു വിളി കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നിന്റെ അമ്മയുടെ പേരോ നിന്റെ മകൻ്റെയോ മകളുടെയോ പേരോ യേശുവിൻ്റെ മുമ്പിൽ പറയൂ. ആരെയെങ്കിലും വിളിക്കണം എന്ന് പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ പറയുന്നുണ്ടെങ്കിൽ ആ വിളിയെ നിസ്സാരമാക്കരുത്. ഇന്ന് ഒരു ചെറിയ വാക്ക് ഒരു വലിയ മുറിവിൻ്റെ തുടക്കം അടയ്ക്കാൻ കഴിയും. അമ്മയെ അനുഗ്രഹിക്കണം എന്നൊരു വാക്ക് പോലും സ്വർഗത്തെ സന്തോഷിപ്പിക്കും. ഇന്ന് കമൻറ്റിൽ നിന്റെ അമ്മയുടെ പേരെഴുതാം. അല്ലെങ്കിൽ അമ്മയ്ക്കായി പ്രാർത്ഥിക്കണം എന്ന് എഴുതാം. അമ്മയുമായി സമാധാനം വേണം എന്ന് എഴുതാം. എൻ്റെ മക്കൾക്കായി പ്രാർത്ഥിക്കണം എന്ന് എഴുതാം. അമ്മ സ്വർഗത്തിലാണെങ്കിൽ അവളുടെ പേര് സ്നേഹത്തോടെ എഴുതാം. ആമേൻ എന്ന് മാത്രം എഴുതിയാലും മതി. ഇന്നത്തെ കമൻ്റ് സ്ഥലം അമ്മമാരുടെ പേരുകളും മക്കളുടെ കണ്ണുനീരും നന്ദിയും ക്ഷമയും ഒന്നിച്ചു ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന ഒരു പ്രാർത്ഥനാമുറിയായി മാറട്ടെ. ഇന്ന് ഒരു ചെറിയ ആത്മീയ ചുവട് വയ്ക്കൂ. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ അമ്മയോടൊരു നല്ല വാക്ക് പറയൂ. അമ്മ ദൂരെയാണെങ്കിൽ അവളുടെ പേര് പറഞ്ഞൊരു ദശകം ജപമാല ചൊല്ലൂ. അമ്മ സ്വർഗത്തിലാണെങ്കിൽ അവളുടെ ആത്മശാന്തിക്കായി ശാന്തമായി പ്രാർത്ഥിക്കൂ. അമ്മയായ നീ തന്നെയാണെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കൈ നെഞ്ചിൽ വെച്ച് പറയൂ, ഈശോയെ, എൻ്റെ മക്കളെയും എന്നെയും അനാഥരായി വിടരുതേ. ഈ ചെറിയ പ്രാർത്ഥനയിൽ വലിയ സമർപ്പണമുണ്ട്. ഈ പ്രാർത്ഥന നിന്റെ ഫോണിൽ മാത്രം അടച്ചുവെക്കരുത്. ഇന്ന് നിന്റെ ഫോൺ ദൈവവചനത്തിൻ്റെ ചെറിയ പ്രസംഗപീഠമാകട്ടെ.
വാട്സാപ്പിലൂടെയോ സ്റ്റാറ്റസിലൂടെയോ ഇത് പങ്കുവയ്ക്കുമ്പോൾ ഒരുപക്ഷെ അമ്മയെ വിളിക്കാൻ മടിച്ചു നിൽക്കുന്ന ഒരു മകൻ ഈ വാക്കുകൾ കേട്ട് ഫോൺ എടുക്കും. അമ്മയെ നഷ്ടപ്പെട്ട് കരയുന്ന ഒരു മകൾക്ക് ഈ വാക്കുകൾ ആശ്വാസമായി മാറും. മക്കളാൽ മറക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഒരു അമ്മയ്ക്ക് സ്വർഗം അവളെ മറന്നിട്ടില്ലെന്ന് ഈ പ്രാർത്ഥന ഓർമ്മിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ സ്നേഹത്തെ ഇന്ന് ദൈവത്തിന് നന്ദിയായി തിരിച്ചു കൊടുക്കാം. അമ്മയുടെ മുറിവുകളെ യേശുവിൻ്റെ ഹൃദയത്തിൽ വെക്കാം. മക്കളുടെ കഠിനതയെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. നമ്മുടെ വീടുകളിൽ വീണ്ടും നന്ദിയുടെ ശബ്ദം കേൾക്കട്ടെ. അമ്മേ എന്ന വാക്ക് വീണ്ടും സ്നേഹത്തോടെ മുഴങ്ങട്ടെ. ഭക്ഷണമേശയിൽ വീണ്ടും ചിരി വരട്ടെ. പഴയ ഫോട്ടോകൾ വീണ്ടും കണ്ണുനീരല്ല, അനുഗ്രഹത്തിൻ്റെ ഓർമ്മയായി മാറട്ടെ. നിന്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് ദൈവം സമാധാനം തരട്ടെ. നിന്റെ അമ്മയുടെ ജീവിതത്തിന് കർത്താവ് അനുഗ്രഹം നൽകട്ടെ. നിന്റെ മക്കളോടുള്ള ബന്ധത്തിൽ യേശുവിൻ്റെ സൗഖ്യം ഇറങ്ങട്ടെ. മറിയത്തിൻ്റെ മൂടുപടം നിന്റെ കുടുംബത്തെ സ്നേഹത്തോടെ മൂടിക്കൊള്ളട്ടെ. അമ്മയും മക്കളും തമ്മിലുള്ള മുറിവുകളിൽ ഉയിർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സമാധാനം വിരിയട്ടെ. കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ. നാളെ രാവിലെ കൃത്യം 5:30 വീണ്ടും കാണാം. തീർച്ചയായും